ഹായ് ഗൈസ്, വെൽക്കം ടു 3 ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിത് ഈ കൊട്ടാരാട്ടോ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെഹ്റാൻഗർ ഫോർട്ടിൽ നിന്ന് നേരെ പോയത് ജസ്വന്താട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിയേതാ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കരിങ്കല്ലല്ലേ കാണാറില്ല. ഇവിടുത്തെ കല്ലിന് തന്നെ ഒരു പ്രത്യേക തരം കളറാട്ടോ, ഒരു റെഡിഷ് കളറാണ് ഇവിടുത്തെ കല്ലിന് തന്നെ ഉള്ളത്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ, ഈ കാണുന്ന ഈ കല്ലാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ അധികം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ നല്ല കൂളിംഗ് കിട്ടും. അപ്പം നല്ലൊരു പ്ലേസ്. ഞങ്ങൾ കവാടത്തിൻ്റെ ഉള്ളിലൊക്കെ കിടന്നതാ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ പടിയൊക്കെ കയറി കാണാൻ പോവാണ്. ഇത് എന്താ പറയുക, ഞാൻ കണ്ടത് താജ്മഹലും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ താജ്മഹലിനെക്കാട്ടും എനിക്കൊരു കൂടുതലായിട്ടൊരു ഭംഗി തോന്നിയത് ഈ കെട്ടിടം ജസ്വന്താട കേട്ടോ. ഇത് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ മരിച്ചിട്ടുള്ള ശവകുടീരങ്ങൾ എന്നാണ് അവർ ഞങ്ങൾ പറഞ്ഞു തന്നത് കേട്ടോ. ശരിക്കും ഇത് താജ്മഹൽ തന്നെയാണ്. ഇവിടുത്തെ മാർവാറുടെ താജ്മഹൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചാണ്. നോക്കണ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു കലാവിരുദ്ധം ഇതൊക്കെ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. കാരണം ഇത്രയും 500 കൊല്ലം പഴക്കം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ബിൽഡിങ് 2-3 കൊല്ലത്തെ പഴക്കം കൊണ്ട് ചിലപ്പോൾ ഇത് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു 500 കൊല്ലം മുന്നത്തെ എന്നൊക്കെ പറയുമ്പം അതും ഇത്ര ഭംഗിയിൽ, ഒന്നാമത് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു ഇതാണ്, എന്നാലും അതിൻ്റെ ഒരു ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ ഒരു അപാരം തന്നെയാണ് കേട്ടോ. അതിൻ്റെ വർക്ക് അപാരമാണ്. എനിക്കും താജ്മഹൽ പോയൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോൾ ഒരു ഫീലിംഗ്, താജ്മഹലിൽ പോയി അതേ ഫീലിംഗ് തന്നെയാണ് എനിക്ക് ഇവിടെ വന്നത് കേട്ടോ. ഇവിടെ ഫോറിനേഴ്സൊക്കെ നല്ലപോലെ ഉണ്ട്. നമ്മളെ നാട്ടിലെ കൊന്നപ്പൂ കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ജിത്തേണ്ണ അത് മെല്ലെ പറിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ രാജസ്ഥാനിലെ താജ്മഹൽ കണ്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. യാത്ര അടിപൊളിയായിരുന്നു, കെട്ടിടങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മുടെ രണ്ടാമത്തെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ വരും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ. 3 ഫാമിലി വ്ളോഗ്സ്.